ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. HRMലെ നെക്സ്റ്റ് ടോപ്പിക്ക് ട്രെയിനിങ് പ്രോസസ് ആണ്. അപ്പോൾ ഒരു വലിയ ടോപ്പിക്കാണ് ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നോക്കുക എന്താണെന്നുള്ളത്. ഇപ്പോൾ ട്രെയിനിങ് പ്രോസസ്സിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് പ്രോസസ്സിലുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ് ആണ്. അപ്പോൾ ട്രെയിനിങ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഏറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ്. A training program is launched only after the training needs are assessed clearly and specifically. The needs are identified through an analysis of the entire organization, its operation, and the human resources available. Training needs are identified through the following types of analysis. അപ്പോൾ ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യുക എന്ന് പറയുന്നത് 3 ടൈപ്പ് അനാലിസിസിലൂടെയാണ് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് അനലൈസ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ, ഇറ്റ്സ് ഓപ്പറേഷൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ 3 അനാലിസിസ് ആണ് നടത്തേണ്ടത്. ഓർഗനൈസേഷനെ അനലൈസ് ചെയ്യണം, ഓപ്പറേഷൻസിനെ അനലൈസ് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സിനെ അനലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്ത് ട്രെയിനിങ്ങിൻ്റെ നീഡ് എന്താണ് എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. എ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ലോഞ്ച്ഡ് ഓൺലി ആഫ്റ്റർ ദ ട്രെയിനിങ് നീഡ്സ് ആർ അസസ്ഡ് ക്ലിയർലി ആൻഡ് സ്പെസിഫിക്കലി. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിൻ്റെ നീഡ് ഉണ്ടോ, അത് എത്രമാത്രം ഏത് ട്രെയിനിങ് ആണ്, എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിലിമിനറി ആയിട്ട് നമ്മൾ നടത്തുന്ന അനാലിസിസ് ആണ് ഈ 3 അനാലിസിസ്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓർഗനൈസേഷണൽ അനാലിസിസ്. ഇറ്റ് ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ in terms of its objectives, its resources, resource allocation and utilization, growth potential and its environment. അപ്പം ഓർഗനൈസേഷനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഓർഗനൈസേഷനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇറ്റ്സ് റിസോഴ്സസ്, എന്തൊക്കെയാണ് റിസോഴ്സ് ഉള്ളത്, റിസോഴ്സ് അലോക്കേഷൻ, ഹൗ ദ റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ അനാലിസിസിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു വ്യൂ പോയിന്റ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഓർഗനൈസേഷൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും റിസോഴ്സുകളും ഒക്കെ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ഓപ്പറേഷൻസ് അനാലിസിസ്. എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ജോബ്സ്. It is conducted mainly to assess job contents, skills and aptitudes required to perform job, the knowledge and work behavior. അപ്പോൾ ഓർഗനൈസേഷനെ അനലൈസ് ചെയ്തു. ഇനി ജോബിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസേഷനിലെ ജോബ്സിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? ട്രെയിനിങ്ങിൻ്റെ നീഡ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓപ്പറേഷൻ അനാലിസിസിൽ നമ്മൾ ജോബിലെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, സ്കിൽ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് റിക്വയർഡ് ടു പെർഫോം ദ ജോബ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, നോളജ് ആൻഡ് വർക്ക് ബിഹേവിയർ എന്താവണം, എംപ്ലോയീസിൻ്റെ വർക്ക് ബിഹേവിയർ എന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഓപ്പറേഷൻസ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഷനെ മനസ്സിലാക്കി, ജോബിനെ മനസ്സിലാക്കി. തേർഡ് വൺ മാൻ അനാലിസിസ്. ദ പേഴ്സൺസ് ടു ബി ട്രെയിൻഡ്, ചേഞ്ചസ് റിക്വയർഡ് ഇൻ ദ നോളജ്, സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയീസ് ആർ ടു ബി ഡിറ്റർമൈൻഡ്. അപ്പം ജോബിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ദ പേഴ്സൺസ് ടു ബി ട്രെയിൻഡ്, ആർക്കൊക്കെയാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ചേഞ്ചസ് റിക്വയർഡ് ഇൻ ദ നോളജ്, എംപ്ലോയീസിൻ്റെ ആവശ്യമായിട്ട് വരുന്ന ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ നോളജിൽ വരുത്തേണ്ടതായിട്ടുള്ളത്, സ്കിൽസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയീസ്, ഇതൊക്കെ ഇതിനകത്ത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മാൻ അനാലിസിസിൽ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യം ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷനെ മനസ്സിലാക്കിക്കൊണ്ട് ജോബ് എന്തൊക്കെ ജോബാണ്, ആ ജോബൊക്കെ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ജോബ് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ട്രെയിനിങ് നീഡ്സ് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. വൺസ് ട്രെയിനിങ് നീഡ്സ് ആർ അസസ്ഡ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ്. Without a clear set of goals, it is not possible to design a training and development program. The main objectives of training are
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ട്രെയിനിങ് നീഡ്സ് നമ്മൾ അസസ് ചെയ്തു. ട്രെയിനിങ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മൾ അസസ് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഇല്ലാതെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നത്? 3 ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ബേസിക് നോളജ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ അത് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. ബേസിക് നോളജ് ആൻഡ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നിക്സ് ടു എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് എഫിഷ്യൻ്റ്ലി ഇൻ ദ പ്രസന്റ് പൊസിഷൻ. അപ്പോൾ അത് എക്സിസ്റ്റിംഗ് ഓൾറെഡി ഉള്ള എംപ്ലോയീസിന് അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് കൺസെപ്റ്റിനെ കുറിച്ചും ഇൻഫർമേഷനും ടെക്നിക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി തേർഡ് വൺ, ടു ബിൽഡ് എ സെക്കൻഡ് ലൈൻ ഓഫീസേഴ്സ് ബൈ ഗിവിംഗ് ട്രെയിനിങ് ടു ഓക്യുപ്പൈ റെസ്പോൺസിബിൾ പൊസിഷൻ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ തേർഡ് ഒബ്ജക്റ്റീവിൽ പറയുന്നത് എന്താണ്? പ്രസന്റ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഫ്യൂച്ചർ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ എംപ്ലോയീസിനെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആക്കി, ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് എംപ്ലോയീസിനെ റെഡിയാക്കി നിർത്താൻ വേണ്ടിയിട്ടും നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ടു ബിൽഡ് എ സെക്കൻഡ് ലൈൻ ഓഫീസേഴ്സ് ബൈ ഗിവിംഗ് ട്രെയിനിങ് ടു ഓക്യുപ്പൈ റെസ്പോൺസിബിൾ പൊസിഷൻ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ 2 സ്റ്റെപ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, 2 പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വൺ അസസ്മെന്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ് ആൻഡ് സെക്കൻഡ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പോളിസി. After deciding training objectives, the next step is designing an appropriate training policy. It consists of rules and procedures concerned with training. അപ്പോൾ ട്രെയിനിങ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കൺസേൺഡ് വിത്ത് ട്രെയിനിങ് ആണ് ട്രെയിനിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ട്രെയിനിങ് പോളിസിയിലുള്ളത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ റിസൾട്ട് എക്സ്പെക്റ്റഡ്. എന്താണ് ട്രെയിനിങ്ങിൻ്റെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഏത് ലെവലിൽ എത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്താണ് നമ്മൾ അതിൻ്റെ റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഒന്നാമത്തെ ട്രെയിനിങ് പോളിസിയിൽ വരേണ്ട ഒരു പോയിന്റ്. സെക്കൻഡ് വൺ, ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ് നീഡഡ്. ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഏതാണ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പോളിസിയിൽ പറയുക. ആൻഡ് ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ട്രെയിനിങ് മെൻഷൻ ചെയ്യുക. ദ ട്രെയിനിങ് പ്രിയോറിറ്റീസ്, ഏത് തരത്തിലുള്ള ട്രെയിനിങ്ങിനാണ് അല്ലെങ്കിൽ ആർക്കാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, പ്രിയോറിറ്റി ഏത് എംപ്ലോയീസിനാണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ആർക്ക് അല്ലെങ്കിൽ ഏത് സെക്ടറിലുള്ള ആൾക്കാർക്കാണ് ട്രെയിനിങ് ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ട്രെയിനിങ് പ്രിയോറിറ്റി ലിസ്റ്റ് ചെയ്യുക. ആൻഡ് റെമ്യൂണറേഷൻ ടു ബി പെയ്ഡ് ടു എംപ്ലോയീസ് ഓൺ ട്രെയിനിങ്. ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന എംപ്ലോയീസിന് റെമ്യൂണറേഷൻ കൊടുക്കണം. അത് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുക. ആൻഡ് ദ ഔട്ട്സൈഡ് ഏജൻസീസ് ടു ബി അസോസിയേറ്റഡ് വിത്ത് ട്രെയിനിങ്. ഔട്ട്സൈഡ് ഏജൻസീസ് ആരെങ്കിലും ട്രെയിനിങ്ങുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാരാണ് എന്നുള്ളത്, മറ്റു ഓർഗനൈസേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയും കൂടി ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസിക്കകത്ത് ഉണ്ടാവേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 4ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ട്രെയിനിങ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. വൺസ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസി ഓഫ് ട്രെയിനിങ് ഈസ് ഡിറ്റർമൈൻഡ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിസൈൻ ആൻ അപ്രോപ്രിയേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം. എക്സ്പേർട്സ് ബിലീവ് ദാറ്റ് ട്രെയിനിങ് ഡിസൈൻ ഷുഡ് ഫോക്കസ് ഓൺ ദ ഫോളോവിങ് ആസ്പെക്ട്സ്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. 4 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ട്രെയിനി റെഡിനെസ് ആൻഡ് മോട്ടിവേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്, ക്യാരക്ടേഴ്സ് ഓഫ് ഇൻസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് the instructional objective describe the skill or knowledge to be achieved or the attitude to be changed. A clear state of instructional objectives will provide a sound basis for choosing methods and materials and for selecting the means for assessing whether the instruction will be successful.
അപ്പോൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിൽ എന്താ പറയുന്നത്? ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഡിസ്ക്രൈബ് ദ സ്കിൽ ഓർ നോളജ് ടു ബി അച്ചീവ്ഡ് ഓർ ആറ്റിറ്റ്യൂഡ് ടു ബി ചേഞ്ച്ഡ്. എംപ്ലോയീസിൻ്റെ സ്കിൽ ആൻഡ് നോളജ് എന്താണ്, അവർ അച്ചീവ് ചെയ്യേണ്ട സ്കിൽ ആൻഡ് നോളജ് എന്താണ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ടു ബി ചേഞ്ച്, എംപ്ലോയീസിൻ്റെ എന്ത് ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അത് മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. എ ക്ലിയർ സ്റ്റേറ്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് വിൽ പ്രൊവൈഡ് എ സൗണ്ട് ബേസിസ് ഫോർ ചൂസിങ് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആൻഡ് ഫോർ സെലക്ടിങ് ദ മീൻസ് ഓഫ് അസസിങ് വെദർ ദ ഇൻസ്ട്രക്ഷൻ വിൽ ബി സക്സസ്ഫുൾ. അപ്പം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ് എംപ്ലോയീസിൽ എന്ത് തരം മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നുള്ള കാര്യം മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏത് രീതിയിലുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം, എന്ത് മെറ്റീരിയൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ ആദ്യമേ തന്നെ ഈ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. അതായത് എംപ്ലോയീസിൽ വരുത്തേണ്ടതായിട്ടുള്ള ചേഞ്ച് എന്താണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെത്തേഡ്സും മെറ്റീരിയൽസും യൂസ് ചെയ്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി സെക്കൻഡ് വൺ, ട്രെയിനിങ് പ്രോഗ്രാമിൽ സെക്കൻഡ് വണ്ണായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ട്രെയിനി റെഡിനെസ് ആൻഡ് മോട്ടിവേഷൻ. എന്താണ് ട്രെയിനി റെഡിനെസ് ആൻഡ് മോട്ടിവേഷൻ? അതായത് ദീസ് ആർ ദ പ്രീ കണ്ടീഷൻ നെസസറി ഫോർ ലേണിംഗ്. ട്രെയിനി റെഡിനെസ് റിഫേഴ്സ് ടു ദ മെച്യൂരിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ ട്രെയിനി. They should have background knowledge and skills to absorb whatever facts have presented before them. അപ്പോൾ എംപ്ലോയീസിനെ റെഡി ആക്കുക എന്നുള്ളതാണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ടു അബ്സോർബ് വാട്ട് എവർ ഫാക്ട്സ് ഹാവ് പ്രസൻറ്റഡ് ബിഫോർ ദം. Whatever facts are presented before them, the employees want to ready to accept them. അത് ആക്സെപ്റ്റ് ചെയ്യാൻ എംപ്ലോയീസ് റെഡി ആയിരിക്കണം. അവർക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവരെ റെഡിയാക്കി തീർക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ അതർ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് ഈസ് ട്രെയിനി മോട്ടിവേഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് എംപ്ലോയി റെഡിനെസ് ആണ്. ഇനി അതുപോലെ തന്നെ എംപ്ലോയി മോട്ടിവേഷൻ. For optimum learning, the trainees must recognize the need for new knowledge and skills, and they must maintain a desire to learn as training progress. അപ്പോൾ അവരുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദേ ഹാവ് ദ നീഡ് ഫോർ ദേ വാണ്ട് ടു റെക്കഗ്നൈസ് ദാറ്റ് ദ നീഡ് ഫോർ ന്യൂ നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് ദേ മസ്റ്റ് മെയിൻറ്റെയിൻ എ ഡിസയർ ടു ലേൺ. അപ്പോൾ പുതിയ നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ എന്താണ്, പുതിയ നോളജ് അക്വയർ ചെയ്ത് കഴിഞ്ഞാലേ അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയെങ്കിലേ അവർക്ക് സാലറി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സ്ഥാപനത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഫാക്റ്റ് അവർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു മോട്ടിവേഷനാണ് എന്നുള്ളതാണ്. ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനാണ്. അപ്പോൾ എംപ്ലോയീസിനെ ഈ രീതിയിൽ റെഡിയാക്കി മോട്ടിവേറ്റ് ആക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്നത്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് വെക്കുക, അതായത് എംപ്ലോയീസ് എന്തായി തീരണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. രണ്ടാമത് എംപ്ലോയീസിനെ റെഡിയാക്കി മാറ്റുക, അവർക്ക് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് ചെയ്യേണ്ട കാര്യം പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം റെഡിയാക്കുക എന്നുള്ളതാണ്. ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൺ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. എന്തൊക്കെയാണ് ആ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, സെറ്റിംഗ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. വെൻ ട്രെയിനേഴ്സ് explain the goals and objectives of the training to trainees, the trainees are encouraged to set their own goal. It will motivate them to learn. അപ്പോൾ ഒന്നാമത്തേത് ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് ലേണിംഗ് നടക്കണമെങ്കിൽ, നമ്മളൊരു കാര്യം പഠിക്കണമെങ്കിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്ത് വേണം? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഒന്നെങ്കിൽ ട്രെയിനർ തന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ട്രെയിനിങ്ങിന് ശേഷം പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം ട്രെയിനർ സെറ്റ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിലോ ട്രെയിനിക്ക് സ്വന്തമായിട്ട് അവരുടെ ഗോൾസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാതെ ഒരു ലേണിങ്ങും ഇല്ല, ഒരു ട്രെയിനിങ്ങും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ, മീനിങ്ഫുൾ പ്രസൻറ്റേഷൻ. The material to be learned should be presented in a meaningful manner. അതായത് ട്രെയിനറാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, മെറ്റീരിയൽസ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതായത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രസൻറ്റ് ചെയ്യുന്നത് ട്രെയിനറാണല്ലോ. അപ്പം ട്രെയിനർ മീനിങ് ഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എംപ്ലോയീസിന് മനസ്സിലാകുന്ന രീതിയിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ട്രെയിനർ പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി തേർഡ് വൺ, മോഡലിംഗ്. Using a picture helps to learn by watching.
ആൻഡ് മോഡലിംഗ് ക്യാൻ ബി എ വെറൈറ്റി ഓഫ് ഫോംസ്, റിയൽ ലൈഫ് ഡെമോൺസ്ട്രേഷൻ, വീഡിയോ ടേപ്സ്, പിക്ചേഴ്സ് എക്സെട്ര. മോഡലിംഗ് യൂസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, വീഡിയോസിലൂടെയും അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻസിലൂടെയും പിക്ചേഴ്സിലൂടെയും ഒക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രെയിനീസിന് സാധിക്കും. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ദാറ്റ് ഈസ് സർട്ടൺ പേഴ്സൺസ് ക്യാൻ ലേൺ ആഫ്റ്റർ ഹിയറിംഗ് ഇറ്റ് വൺസ് ബട്ട് അതേഴ്സ് കാൺഡ്. The training program should give due consideration to individual differences. അപ്പോൾ ഇൻഡിവിജ്വൽസ് ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാ ഇൻഡിവിജ്വൽസും സെയിം അല്ല. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഷുഡ് ഗീവ് കൺസിഡറേഷൻ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ആൻഡ് നെക്സ്റ്റ് വൺ, ആക്റ്റീവ് പ്രാക്ടീസ്. Trainees are given ample opportunity to practice their job task. The individual who is being taught how to operate a machine should have an opportunity to പ്രാക്ടീസ് ഇറ്റ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പാർട്ട് ലേണിംഗ് ആണ് 6th വൺ. ഇഫ് ടാസ്ക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെന്റ്സ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബ്രേക്ക് ഡൗൺ ഇറ്റ് സെഗ്മെന്റ്സ് ഫോർ ഈസി ലേണിംഗ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടായിട്ട് ലേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. ടാസ്കിനെ ഡിവൈഡ് ചെയ്ത് സെഗ്മെൻറ്റ്സ് ആക്കുക. ഓരോരോ സെഗ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലേണിംഗ്. It is related with the distribution of time for each session. The effectiveness of the training is determined as per the time allotted for each session. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയതിന് കൂടുതൽ സമയം അലോട്ട് ചെയ്യുക, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന് കുറച്ച് സമയം അലോട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പഠിക്കുക, ടൈം ഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഫീഡ്ബാക്ക്. People will learn more and even faster if they are asked their achievements in training. Such feedback will be useful to know to what extent the training is effective for learning. അപ്പം ട്രെയിനിങ് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിലൂടെ ട്രെയിനിങ്ങിൻ്റെയും എഫക്റ്റീവ്നെസ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക. ആ ഒരു സിസ്റ്റം കൂടി ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉണ്ടാവണം. ഇനി 4th വൺ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാമിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ട്രെയിനി റെഡിനെസ് ആൻഡ് മോട്ടിവേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. ഇനി അതിൽ 4th വൺ ആണ് ക്യാരക്ടേഴ്സ് ഓഫ് ഇൻസ്ട്രക്ടേഴ്സ്. അത് നമുക്ക് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിനർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ. ദ സക്സസ് ഓഫ് എനി ട്രെയിനിങ് എഫോർട്ട് വിൽ ഡിപ്പെൻഡ് അപ്പോൺ എ ലാർജ് പാർട്ട് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിനർ ആൻഡ് ഹിസ് ടീച്ചിങ് സ്കിൽ. അപ്പം ട്രെയിനറുടെ ട്രെയിനിങ് പ്രോഗ്രാം സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ട്രെയിനർ ഏത് രീതിയിലുള്ളതാണോ, ട്രെയിനറുടെ ടീച്ചിങ് സ്കിൽ എന്താണോ അതിനനുസരിച്ചായിരിക്കും ട്രെയിനിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ.